ശരത് വളരെ കുറച്ചു കാലം കൊണ്ട് വളരെ അഫോർഡബിൾ റേഞ്ചിൽ എന്നാൽ അതേ സമയത്ത് മികച്ച ക്വാളിറ്റിയോടുകൂടി തുണിത്തരങ്ങൾ ഇന്ത്യക്കാർക്ക് കൊടുത്ത, അതായത് ബ്രാൻഡഡ് ആയി തന്നെ കൊടുത്ത ഒരു സ്ഥാപനമാണ് ടാറ്റയുടെ സുഡിയോ. എന്നാൽ ടാറ്റയുടെ സുഡിയോയ്ക്കെതിരെ ഇപ്പോൾ തെരുവിൽ മൗദൂദി കുഞ്ഞുങ്ങൾ കരയുകയാണ് ശരത്. അവർക്ക് സുഡിയോയെ ബഹിഷ്കരിക്കണം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് അവർ ഇസ്രായേലിൻ്റെ മിലിറ്ററി ഓപ്പറേഷൻസിനോടൊക്കെ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന സുഡിയോയ്ക്കും ടാറ്റ ഗ്രൂപ്പിനുമെതിരെ ബോയ്ക്കോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ മൗദൂദി കുഞ്ഞുങ്ങളുടെ ആവശ്യം. അത് ഡൽഹിയിൽ കണ്ടു, മുംബൈയിൽ കണ്ടു, അവിടെ ഇവിടെയൊക്കെ ഒരു പ്രതിഷേധത്തിലാണ്. സ്റ്റുഡിയോ അങ്ങനെയാണെങ്കിൽ ഉടനെ പൂട്ടിപ്പോകും എന്ന തരത്തിലുള്ള വാർത്തകളുമൊക്കെ വരുന്നുണ്ട്. സത്യത്തിൽ എനിക്ക് സങ്കടമാണ്. അതായത് ഇവർക്ക് ഇപ്പോൾ പെരുന്നാളിൻ്റെ തുണിയെടുക്കാറാവുന്ന സമയത്ത് മാത്രം ഗസയോടും ഹമാസിനോടും സ്നേഹം തോന്നുകയും ആ ഘട്ടങ്ങളിൽ മാത്രം അതിനെക്കുറിച്ച് സംസാരിക്കുകയും, എന്നാൽ ഇന്ത്യയിൽ പഹൽഗാമിൽ 26 പേരെ മതം ചോദിച്ചു കൊന്നപ്പോൾ കരയാത്ത, ഇസ്രായേലിലെ ബന്ധികളെ ഇപ്പോഴും ഹമാസ് കയ്യിൽ വെക്കുമ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്യാത്ത, ഇസ്രായേലിൽ 2023 ഒക്ടോബർ 7 വന്ന് 2010 ആളുകളെ കൊല്ലുകയും 129 ആൾക്കാരെ ബന്ദികളാക്കി കൊണ്ടുപോവുകയും മൃഗീയമായി റേപ്പ് ചെയ്യുകയും തല വെട്ടിയെടുത്ത് ഫുട്ബോൾ പോലെ തട്ടിക്കളിക്കുകയും ചെയ്ത ഹമാസ് ഭീകരരെ കാണുമ്പോൾ മിണ്ടാതിരിക്കുകയും, അങ്ങനെ ഒരു പ്രത്യേക തരം കരച്ചിലുള്ള മൗദൂദി കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ തെരുവിൽ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഇസ്രായേലിനോട് കൈ കൊടുക്കുന്ന എല്ലാ തരത്തിലുള്ള ബ്രാൻഡുകളെയും, അത് സ്റ്റുഡിയോ ആയിക്കൊള്ളട്ടെ, അത് ഷണൽ ആയിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള ബ്രാൻഡുകളെ എല്ലാം ബോയ്ക്കോട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്താണ് ശരത്ത്, സ്റ്റുഡിയോ ഉടനെ പൂട്ടുമെന്നാണ് തോന്നുന്നത്? അങ്ങനെയാണ് നമ്മൾ ഇനി എവിടുന്ന് ഡ്രസ്സ് മേടിക്കുമെന്നാണ് എൻ്റെ മനുഷ്യ പറഞ്ഞ പോലെ തന്നെ നമുക്കൊക്കെ, അതായത് ഈ സ്റ്റുഡിയോയുടെ ഉത്ഭവം തന്നെ നമ്മൾ വല്ലാത്തൊരു കഥ തന്നെയാണ് അതിനകത്ത്. അതായത് അവരുടെ തന്നെ ഒരു ബ്രാൻഡാണ്, വെസ്റ്റ് സൈഡ് ഇപ്പോഴും ഉള്ളതാണ്. അപ്പോൾ അവിടെ സാധാരണക്കാർക്ക് വരുമ്പോൾ എന്താണ് വന്നു കഴിഞ്ഞാൽ അവരുടെ താങ്ങാൻ പറ്റാത്ത റേറ്റ് ആയതുകൊണ്ട് രത്തൻ ടാറ്റയുടെ അമ്മ പറയുന്ന ഒരു ആശയമായിരുന്നു സാധാരണക്കാർക്കും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊടുക്കുക. അവരുടെ വാക്കുകൾ കേട്ടാണ് രത്തൻ ടാറ്റ സ്റ്റുഡിയോ എന്നൊരു ഇത് രൂപീകരിക്കുന്നത്. അവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും 9 രൂപ മുതൽ 999 രൂപ വരെ ഉള്ളൂ. 4 അക്കത്തിന്റെ ഒരു സംഭവമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇരച്ചു കയറിയത്. അവരുടെ സ്ട്രാറ്റജി അങ്ങനെ തന്നെയാണ്. പരസ്യം പോലും ഇല്ല. മാത്രമല്ല ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കറുപ്പും വെളുപ്പും മാത്രം ഉപയോഗിച്ചുള്ള ഒരു ലോഗോ, അത്രയും മാത്രമേ അതിനകത്തുള്ളൂ. നമ്മൾ പോയാലും നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി സാർ അത് വേണോ ഇതൊന്നും പറയില്ല. നമ്മളെ ആദ്യം അത്ഭുതപ്പെട്ടു പോകും, ഇത്രയും വിലക്കുറവിൽ കിട്ടുമോ, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളുമായിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ ജനപ്രിയമാവും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന ആളുകൾ പോലും അവിടെ നിന്ന് ഒരു പക്ഷേ പർച്ചേസ് ആരും തന്നെ കാണില്ല എന്ന് പറയാം. അത്രയും ജനകീയമായിട്ട് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അതിനകത്ത് ബിസിനസ് ഉണ്ട്, എന്നാൽ പോലും അത് സാധാരണക്കാരെ ഞെക്കിപ്പിഴിയുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു കമ്പനി അവിടെ നിന്ന് വസ്ത്രം എടുക്കരുത് എന്ന് പറയാൻ ഒന്നാമത്തെ കാര്യം ഇവർക്ക് അവകാശമില്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ ഇത്തരത്തിൽ ഇറങ്ങിത്തിരിക്കുന്നത്, അതും ഇന്ത്യയിൽ ഇത്തരത്തിൽ ഒരു പ്രത്യേക രീതിയിൽ ഇറങ്ങുന്നു. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് യൂണിയൻ, അതായത് SIO ആണ് ഇതിനകത്ത് രംഗത്തിറങ്ങിയിരിക്കുന്നത്. അവർ വസ്ത്രം വാങ്ങരുത്, ബഹിഷ്കരിക്കണം, സ്റ്റുഡിയോ ബഹിഷ്കരിക്കണം. സ്റ്റുഡിയോ മാത്രമല്ല, അതിനകത്ത് അഡിഡാസിന്റെയും H&M പോലുള്ള പ്രമുഖ ബ്രാൻഡുകളും പറയുന്നുണ്ട്. അവർ പറയുന്നത് ഇതിനകത്ത് ഇസ്രായേലി ബന്ധമുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ കുറേ ചോദ്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചോദിക്കാനുണ്ട്. നമ്മൾ പാകിസ്ഥാന് ഗോതമ്പ് കൊടുക്കാറുണ്ട്, പാകിസ്ഥാനുമായിട്ട് ഇതുണ്ട്. പാകിസ്ഥാനിലുള്ളവരല്ലേ ഇവിടെ വന്നിട്ട്, പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പല്ലേ ഇവിടെ വന്നിട്ട് 26 പേരെ കൊന്നു തള്ളിയത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ SIO പുറത്തിറങ്ങാതിരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാതെ. അതാണ് ഒരു പ്രത്യേക സമയത്തിനാണ് വരുന്നത്. ഇവിടെ നമ്മൾ അത് മാത്രമല്ല, മറ്റൊരു രാജ്യത്ത് നമുക്ക് ഇതുപോലെ തന്നെ കുട്ടികൾ മരിക്കുന്നതാണെങ്കിൽ എത്രയോ സ്ഥലങ്ങൾ വിശപ്പ് പട്ടിണി മൂലം മരിക്കുന്ന ഒരുപാട് കുട്ടികൾ, നൈജീരിയയിലായാലും സൈബീരിയയിലായാലും ഇവിടെ എല്ലാ കുട്ടികളും മരിക്കുന്നുണ്ട്. എന്തിനാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റഷ്യ ആക്രമിച്ചതായി ഇപ്പോൾ സെലൻസ്കി പറഞ്ഞത്, അവിടെയും കുട്ടികൾ മരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും ഒരു പ്രത്യേകിച്ചൊരു സ്നേഹമോ ഒന്നും ഇല്ലാതെ ഇവിടെ മാത്രം അവിടെയാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ആളുകളെ ഇവിടെയും ഈ രീതിയിലാണ് ഇവർ കൺവിൻസ് ചെയ്യണത്. പച്ചയ്ക്ക് നമ്മളെ മുമ്പിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന രീതിയിൽ ഇവിടെ വരുന്നത്. ശരത്, വഖഫ് ഭേദഗതി ബില്ലിന്റെ സമയത്ത് ഇതിനെതിരെ ഇവർ കുറെ പ്രതിഷേധം നടത്തി. അവർ എയർപോർട്ടിലേക്ക് നടത്തിയതിനകത്ത് യഹ്യ സിൻവറും ഒക്കെ ആയിരുന്നു പ്ലക്കാർഡിലുണ്ടായിരുന്നത്. ഒന്ന് ആലോചിക്കുക, ഇവർക്ക് ആരോടാണ് പ്രതിബദ്ധത എന്നതൊക്കെ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. നോക്കൂ, ഇന്ത്യയാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ ഇന്ത്യയെ ബഹിഷ്കരിക്കണം എന്നാണ് ഞാൻ പറയുക. ഇനി ടാറ്റയാണ് ഇവർക്ക് ബഹിഷ്കരിക്കേണ്ടത്, അഡിഡാസിനെയോ ഷണലിനെയോ പോലെയുള്ളതിനെയൊക്കെയാണ് ബഹിഷ്കരിക്കേണ്ടതെങ്കിൽ ആദ്യം SIOക്കാരോട് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യ ബഹിഷ്കരിക്കുക. കാരണം ഇസ്രായേലിന്റെ വലങ്കൈയാണ് ഇന്ത്യ. ഇന്ത്യ പറയുന്നത് മാത്രമല്ല, ഇന്ത്യയുടെ ഏറ്റവും മികച്ച സ്ട്രാറ്റജിക് പാർട്ണർ ഇസ്രായേലാണ്. നമ്മളും ഇസ്രായേലും തമ്മിൽ നടത്തുന്ന ഡീൽസ് കേട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ മൗദൂദി കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് മുണ്ടും പൊക്കി ഓടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യഘട്ടത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ നോക്കുക. ഇനി വേറൊരു കാര്യമുണ്ട് ശരത്,
ഇസ്രായേലിനെ നമുക്ക് അങ്ങനെ ബഹിഷ്കരിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഇവിടെയുണ്ട്. അതിനകത്ത് കുറച്ച് ഇൻഫർമേഷൻസ് കൂടി, അതായത് ഇവർക്ക് ഈ അടിസ്ഥാനപരമായി ബുദ്ധി ഇല്ലാത്തത് കൊണ്ടും വൈകാരികമായ ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടിയും കുറേ ബോയ്ക്കോട്ടിന് ഡബിൾ ടി ഉണ്ടെന്ന് അറിയില്ലാത്ത സ്കൂളിൽ പോകാത്ത ആളുകളാണ്. ബോയ്ക്കോട്ടിന് ഒരു ടീ മാത്രം എഴുതുകയും ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ധാരണയില്ല. അതുകൊണ്ട് അവരെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം 1-2 ഉദാഹരണങ്ങൾ പറയാം. അതായത് വാട്സപ്പ് ഇവരങ്ങനെയാണെങ്കിൽ ഇവരാദ്യം വാട്സപ്പ് ഉപേക്ഷിക്കണം. കാര്യം വാട്സപ്പിൻ്റെ വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ സാങ്കേതിക വിദ്യയുണ്ട്. നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഇസ്രായേലിന് അതിൻ്റെ ഒരു ബൗദ്ധിക അവകാശമുണ്ട്, അതവർക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ബഹിഷ്കരിക്കണം. ഈ വോയിസ് ഓവർ ഇൻപുട്ടുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് അതിൻ്റെ ബൗദ്ധിക അവകാശം പോകുന്നുണ്ട്, പേറ്റൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ മൈക്രോ പ്രോസസ്സറുകൾ, ഈ ഫോണിലും കമ്പ്യൂട്ടറിലുള്ള മൈക്രോ പ്രോസസ്സറുകൾ, ഇതൊക്കെ ഡെവലപ്പ് ചെയ്തത് ഇസ്രായേലാണ്. ഒരുപാട് മെഡിസിൻസ്, നിങ്ങൾ ഡെയിലി ലൈഫിൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത ഒരുകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇസ്രായേൽ ഓരോ ദിവസങ്ങൾ ഇൻപുട്ട് തരുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. മെഡിസിൻ ആയിക്കോട്ടെ, ഡിഫൻസ് ആയിക്കോട്ടെ, ടെക്നിക്കൽ ഏരിയയിലായിക്കോട്ടെ. അപ്പം നിങ്ങൾക്ക് ഇസ്രായേലിനെ ബഹിഷ്കരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബഹിഷ്കരിച്ച് ഒരു 6-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും എന്നാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിന് സത്യസന്ധതയുണ്ട്. മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ടാറ്റയാണ് ഇവര് പ്രശ്നമെങ്കിൽ ടാറ്റയുടെ TCS ആണ് ഇവിടെ പാസ്പോർട്ട് അടക്കം വെരിഫൈ ചെയ്ത് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ച് നടത്തുന്നത്. അത് ബഹിഷ്കരിക്കുക. ഇപ്പോൾ എയർ ഇന്ത്യ ഉപയോഗിക്കാതിരിക്കുക. എയർ ഇന്ത്യ ടാറ്റയുടേതാണ്. അങ്ങനെ പല കാര്യങ്ങളും. അപ്പൊ ടാറ്റയുടെ കൈവയ്ക്കാത്ത ഒരു ബിസിനസ് ശൃംഖലയും ഇന്ത്യയിൽ വളരെ കുറവാണെന്ന് പറയാം. ടാറ്റയുടെ കാറുകൾ ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താണ്, എന്തൊക്കെ ടെക്നോളജീസ് ആണ്. അതായത് എങ്ങനെയാണ് ഇസ്രായേൽ ഇത്രയും ചെറിയൊരു രാഷ്ട്രം, അതായത് നമ്മളിപ്പോൾ ഒരു ഓട്ടോ എടുത്ത് പോയി കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ തെക്കേ അറ്റത്തു നിന്ന് വടക്കേ അറ്റത്തേക്ക് പോയാൽ ഉച്ചയാകുമ്പം ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞൻ രാഷ്ട്രം എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഡിഫൻസ് സിസ്റ്റം ഉണ്ടാക്കിയെടുത്തതെന്നും എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച സാമ്പത്തിക ശക്തികൾ ഒന്നായി മാറിയെന്നും അറിയണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ ടെക്നോളജിക്കൽ ഏരിയയിൽ, ടെക്നിക്കൽ ഏരിയയിൽ, അവരുടെ ബുദ്ധിയിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഇസ്രായേൽ നടത്തിയ വളർച്ചയെക്കുറിച്ച് പഠിക്കണം. അവരുടെ ബുദ്ധി കൊണ്ടാണ് അവർ ലോകം കീഴടക്കിയത്. ആ ബുദ്ധിനെയാണ് സുഡിയാനെ ബഹിഷ്കരിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ പ്രതികരിക്കണമെന്ന് ഈ മന്ദബുദ്ധികൾ ഈ നാട്ടിലിരുന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ചുരുക്കി പറയാനുള്ളത്, സ്റ്റുഡിയോ ഉടനെ പൂട്ടും. അതിന് മുന്നേ ഈ നാട്ടിൽ ജനങ്ങൾ പോയി ഡ്രസ്സ് എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ മേടിക്കണം. കാരണം മൗദൂദി കുഞ്ഞുങ്ങൾ അതിഭീകരമായ ദേഷ്യത്തിലാണ്. അവർക്ക് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ജമാഅത്തേക്കാരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ നാട്ടിലുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി പെരുന്നാളൊക്കെ വരുമ്പോൾ ഈ സാധാരണക്കാരായ വിശ്വാസികളെ സ്വാധീനിക്കാൻ വേണ്ടി ഇങ്ങനത്തുള്ള കുറേ പൊളിറ്റിക്കൽ ഗിമ്മിക്സുകൾ കാണിക്കും. ഇതിനിടയിൽ കൂടി ഇവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ വ്യക്തമാക്കുകയും തീവ്രവാദ രാഷ്ട്രീയം നാട്ടുകാർക്കിടയിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഇവർ നാടിനൊരു പ്രശ്നം വരുമ്പോൾ, അവിടെ നോക്കൂ, പഹൽഗാമിൽ നടന്നത് മത തീവ്രവാദ ആക്രമണമാണ്. മതം ചോദിച്ചാണ് ആളെ കൊന്നപ്പോൾ മിണ്ടാതിരുന്ന ഇവരുടെ തനിനിറം, നിലാവെളിച്ചം കാണുമ്പോൾ നീലക്കുറുക്കൻ കൂവുന്നത് പോലെ ഇവരുടെ സ്ഥിരം പരിപാടികളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. അടിസ്ഥാനപരമായി ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ജിഹാദി മൂവ്മെൻ്റ് ആണിത്. ഇതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷരരായ ഈ നാട്ടിലെ ആളുകൾ തള്ളിക്കളയുകയും ഒരു അവസരം കൂടി നമുക്ക് കിട്ടിയിരിക്കുന്നു. മാത്രമല്ല നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശ്വാസികൾക്ക്, അതായത് ഇതിനകത്ത് നമ്മൾ ഒരിക്കലും രണ്ടുപേരെ ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അവരെ പ്രത്യേക തരം മാറ്റി നിർത്തുക. ഇവിടെ സാധാരണക്കാരെ നോക്കുന്നത് അവരെ ഏകോപിപ്പിക്കുക എന്നുള്ളൊരു രീതിയിലൊരു ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ചർച്ചകളൊക്കെ വരുമ്പോൾ അങ്ങനെ വരും. പക്ഷെ അങ്ങനെയല്ല. യഥാർത്ഥ വിശ്വാസികൾ ഒരിക്കലും, നമുക്കറിയാം, യഥാർത്ഥ വിശ്വാസികൾ, അതായത് ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കില്ല, ഇത്തരം കാര്യങ്ങളൊന്നുമല്ല. അവരിവിടെ സമാധാനപൂർവ്വം ജീവിച്ചു വരുന്നു. അവർ വസ്ത്രങ്ങൾ അവർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. നമ്മൾ എത്രയോ സുഹൃത്തുക്കളുണ്ട്, അവരാരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചോ? അതെ, അവരെ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് എനിക്കറിയാം. പെരുന്നാളിൽ ഇഷ്ടംപോലെ പേര് അവരുടെ ഇഷ്ടമാണത്. അപ്പം വിലക്കുറവുണ്ട്. അപ്പൊ സാധാരണക്കാരൊക്കെ ഞാൻ അടക്കമുള്ള ഇപ്പം എത്ര പണം ഉണ്ടെങ്കിലും വിലക്കുറവും ക്വാളിറ്റിയും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പോവുകയുള്ളൂ. അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. അവരുടെ അവകാശമാണ്. അവരെ അവിടെ വിലക്കാൻ പോകരുത്. അവർക്ക് വേണ്ടെങ്കിൽ അവർ കൈവിടട്ടെ. അതിനകത്ത് കയറി അതെടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇവര് തീരുമാനിക്കും. നിങ്ങൾ അത് കേൾക്കണം എന്ന രീതിയിൽ അവിടെ ഒരു മിക്സിങ് വരണ്ട. എപ്പോഴും ഇങ്ങനത്തെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ വരുന്ന തീവ്രവാദികൾ തന്നെയാണ്. അവരെ വേർതിരിച്ച് നിർത്തുക. അത് നമ്മുടെ നാട്ടിലായാൽ പോലും ഇതിനകത്ത് മനസ്സിലാക്കുന്നത് നമുക്ക് വിശ്വാസികളായ നല്ല സഹോദരങ്ങളുണ്ട് നമുക്ക്. അപ്പൊ അവരുടെ ഇഷ്ടത്തിനൊത്ത് പോകട്ടെ. അവിടെ നമ്മളും പറയുന്നില്ല ഈ സ്റ്റുഡിയോ എടുക്കണോ വേണ്ടോ ഒന്നും പറയില്ല. അവരുടെ തീരുമാനം, അവരുടെ ഇഷ്ടമാണ്. അതിനകത്ത് ഈ നമ്മളെ മതവും രാജ്യവും ഈ രാജ്യത്തെ കൂട്ടിക്കലർത്തുന്ന ഒരു പരിമിതികളുണ്ട്. അപ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ ബോധമുള്ളവർ കൂടിയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെത്ര നിലവിളിച്ചിട്ടും എത്ര പ്ലക്കാർഡുമായിട്ട് ഇനി കയറി ഇറങ്ങിയിട്ട് ഒരു കാര്യമല്ല. ഇവിടുത്തെ ആളുകൾ വാങ്ങണമെന്ന് വിചാരിച്ചാൽ വാങ്ങുക തന്നെ ചെയ്യും.
ഇപ്പോൾ അതിനകത്ത് ഈ മതമൊന്നും കുത്തിക്കലർത്തിയിട്ട് കാര്യമില്ല. അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്. ഇവന്മാർ ഈ കുറച്ച് പേര് ഇങ്ങനെ കടന്ന് കാണിച്ച് അവസാനം ഇത് എന്നെ ഒന്നും കാണാതെ ഒരിടത്ത് പോയി ഒതുങ്ങി കൂടുന്ന അവസ്ഥയൊക്കെ വരുന്നത് ചെയ്യും. എന്തായാലും ഈ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം എനിക്ക് തോന്നുന്നു വിശ്വാസികളായാലും എല്ലാവരും തന്നെ ഇപ്പം കൃത്യമായിട്ട് അതിനകത്ത് തുണി വാങ്ങണം എന്നുള്ളവർ തുണിയെ പോകണമെന്ന് തീരുമാനിച്ചിട്ടുള്ളവർ അവർ പോവുക തന്നെ ചെയ്യും. ഇവരുടെ കരച്ചിൽ അവിടെ തന്നെ കഴുതാൻ കരങ്ങി നിൽക്കുമ്പോൾ അവിടെ തന്നെ തീരുകയും ചെയ്യും.